ടൊയോട്ട ഫോർച്യൂണർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മാസ് ലുക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുതിരവണ്ടികൾ മാത്രം ഉണ്ടായിരുന്ന ആ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊരു വൈറ്റ് ഫോർച്യൂണറുമായി ചെന്നിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന്. ആനപ്പുറത്ത് വരുന്ന രാജാവ് പോലും നിങ്ങളെ കണ്ട് ഞെട്ടും. ആനകളെക്കാൾ വലിപ്പമില്ലെങ്കിലും ആനയേക്കാൾ കരുത്തുള്ള തീ തുപ്പുന്ന പോലത്തെ കണ്ണുകളുള്ള ഈ വിചിത്ര വാഹനം കണ്ട് രാജ്യം മൊത്തം ഒന്ന് ഇളകും. ഇത് ദൈവത്തിൻ്റെ വാഹനമാണോ അതോ അസുരന്മാരുടെ തന്ത്രമാണോ എന്ന് അവർ വിചാരിക്കും. നിങ്ങൾ വണ്ടിയുടെ ഹോൺ എന്ന് മുഴക്കിയാൽ കോട്ടയിലെ കുതിരകൾ വരെ വിറണ്ടോടും. ഇതൊരു കാട്ടുപോത്തിൻ്റെ ശബ്ദമാണല്ലോ എന്ന് സേനാപതി ചോദിക്കുമ്പോൾ നിങ്ങൾ കൂളായി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ട് നാട്ടുകാർ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പും, കാരണം അവർ വിചാരിക്കും നിങ്ങൾ ഏതോ ദൈവപുത്രനാണെന്ന്. നിങ്ങൾ AC ഓൺ ചെയ്ത് രാജാവിനെ വണ്ടിയിലിരുത്തുന്നു. കൊടും ചൂടിലും വണ്ടിക്കുള്ളിൽ തണുപ്പ് കണ്ട് രാജാവ് ഇങ്ങനെ പറയുന്നു, ഇത് ഇന്ദ്രലോകത്തിലെ മഞ്ഞുകാലമാണല്ലോ എന്ന്. വണ്ടിയിലെ മ്യൂസിക് പ്ലെയർ ഓണാക്കി ഒരു കിടിലം പാട്ട് അങ്ങോട്ട് ഇട്ടാൽ പടയാളികൾ കുന്തം താറ് വെച്ച് ഡാൻസ് അങ്ങോട്ട് തുടങ്ങും. ടൊയോട്ട ഫോർച്യൂണറിൻ്റെ 4-wheel ഡ്രൈവ് ഫീച്ചർ കണ്ട് ആനകൾക്ക് പോലും കയറാൻ പറ്റാത്ത മലയിലേക്ക് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് സുഖമായി കയറാൻ സാധിക്കുന്നത് കണ്ട് അവർ പറയും, ദേ മല കയറുന്ന ദൈവം പോന്നുവെന്ന്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡീസൽ തീരാറാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വണ്ടിയിൽ ഇന്ധനം കുറവാണെന്നുള്ള സിഗ്നൽ കാണിക്കാൻ തുടങ്ങുമ്പോൾ ദേ കൃത്യസമയത്ത് രാജാവ് ചോദിക്കുന്നു, ഇതിന് എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന്. പുല്ലാണോ അതോ പാലാണോ? ഇനിയിപ്പോൾ ഡീസലിന് പകരം വെളിച്ചെണ്ണ വല്ലതും ഒഴിക്കാൻ നോക്കിയാൽ വണ്ടി പണി തരുമെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഒടുവിൽ ഡീസൽ തീർന്ന് വണ്ടി നിൽക്കുമ്പോൾ ഫോർച്യൂണറിനെ 10 ആനകളെ കൊണ്ട് കെട്ടി വലിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇത് രാജാവ് വലിയ പ്ലാനിങ്. രാജാവിൻ്റെ സിംഹാസനം മൊത്തം വണ്ടിക്കുള്ളിലേക്ക് ആക്കാൻ നോക്കും. അതോടെ ഏറ്റവും വില കൂടിയ സിംഹാസനമായി മാറും നിങ്ങളുടെ വണ്ടി.